ദേവു ദേവു എണീക്ക്. ഓ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല. നട്ടുച്ചയായി. നീ 2 മണിക്കാരും കിടന്ന് ഉറങ്ങിയതല്ലേ? 4 മണിയായി. ടേബിൾ കാണാൻ വന്നാട്ടെ. ആ ശരി. നിന്റെ സ്റ്റഡി ടേബിൾ നീ കുറേ ആഗ്രഹിച്ചല്ലേ? ആ നല്ല രസമുണ്ടാവില്ലേ? എന്നാ ഞാൻ ഇപ്പം വരുന്നേ, ബാത്റൂമിൽ പോയി വരുന്നേ. ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര നേരമായത്? ഞാൻ വന്നു. ശരി, വേഗം ക്ലീൻ ചെയ്ത് നിന്റെ ബെഡൊക്കെ. ഞാൻ സഹായിക്കണോ? വേണ്ട ചേച്ചി. നീ പൊട്ടത്തിയാണോ? ആദ്യം തലേനെയും പുതപ്പൊക്കെ എടുത്ത് മാറ്റി വെക്ക്, എന്നിട്ട് ബെഡ് ക്ലീൻ ചെയ്യ്, ബെഡ്ഷീറ്റ്. ആ ശരി. നീ അല്ലേ പറഞ്ഞ ഞാൻ സഹായിക്കേണ്ടതെന്ന്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യവും സഹായിക്കാൻ പോകുന്നില്ല. ശരി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ അവിടെ അവിടെ. എവിടെ? ബെഡിന് വെയിറ്റ് ഉണ്ടോ? ഇല്ലേ. പിന്നെ ബെഡിന് വെയിറ്റ് ഇല്ല. നല്ല വൃത്തിക്ക് വെക്ക്. മതി മതി മതി, കുഴപ്പമില്ല. ഇനി നീ പുതപ്പ് മടക്കി വെക്ക്. ശരി, ഞാൻ പില്ലോസ് എടുത്ത് വെക്കാം. ഓക്കെ? ഞാൻ സഹായിക്കണോ? വേണ്ട. ഓക്കെ. ഞാൻ പില്ലോ എടുത്ത് വെക്കട്ടെ, മറന്നുപോയി. പില്ലോസൊക്കെ ഇങ്ങനെ വെക്കാം. അവിടെയല്ല വെക്കേണ്ട പുതപ്പ്, ഞാൻ വെക്കാം. ശരി. നല്ല വൃത്തിക്ക് വെക്കണം. അപ്പോൾ നമുക്ക് നിന്റെ ടേബിൾ കാണാൻ പോയാലോ? എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ കൊതിയുണ്ടോ ദേവുവിൻ്റെ ടേബിള്? ദേവു, എനിക്ക് കൊതിയുണ്ട്. എന്നാ ശരി, വാ ഞാൻ കാണിച്ചു തരാം. ഫാൻ ഓഫ് ചെയ്. എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല. ദേവുന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയറൊക്കെ കവേർഡ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പിങ്കിഷ് കളർ തന്നെ വെച്ചു. ബട്ട് ഹെർ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ. അത് ദേവുന് വെച്ചോണ്ട് തന്നെ ഞാൻ എനിക്കും വേണ്ടി വെക്കണ്ടേ, അതുകൊണ്ട് ഞാനും വെച്ചു ബ്ലാക്ക് കളറിലൊന്ന്. ഇതാണ് എൻ്റെ സ്റ്റൂളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ദേവുവിൻ്റെ ബുക്സൊക്കെ എവിടെയാണുള്ളത്? ഇവിടെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ ബുക്സൊക്കെ ഇവിടെയാണുള്ളത്. ഇതിങ്ങനെ വലിക്കാൻ പറ്റും. എൻ്റെ ബോട്ടിൽസ് ഇവിടെ ഉണ്ട്, ദേവിൻ്റെ ബോട്ടിൽസ് അവിടെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ദേവ് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെക്കുന്നത്? അത് വെള്ളം മേശമേലാവുന്നത് കൊണ്ടാണ്. ഓ, നല്ല ക്ലീനാക്കി വെക്കണം എന്നാണോ? യെസ്. അത് ഒരു തുടയ്ക്കാൻ തുണിയുണ്ട് കേട്ടോ. ഇതെൻ്റെ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ നൂല് വെച്ച് ആർട്ട് ചെയ്യാറുണ്ട്. ഇതൊരു ഗ്ലാസ് പോയ കപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ കത്രിക അതൊക്കെ ഇട്ട് വെച്ചു. ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ കുറച്ച് പെൻസും കുറച്ച് സ്കെയിൽസും വെച്ചു. ഇനി ദേവിൻ്റെ ടേബിളിൽ എന്തൊക്കെ ഉള്ളത്? എൻ്റെ ടേബിളിൽ ഒരു കളറിൻ്റെ പെട്ടിയുണ്ട്, പിന്നെ ഡോംസിൻ്റെ ആണ്, പിന്നെ പെൻസിലിൻ്റെ ഒന്നുണ്ട്, പെൻസിലിൻ്റെ കേസ്, പിന്നെ ഒരു 2 ഡബയിൽ ഇറേസറും ഷാർപ്നറും ഉണ്ട്, പിന്നെ ഒരു ബാഗിൽ ഒരു ഫാനും പിന്നെ ഒരു ബുക്കും ഉണ്ട്, പിന്നെ നമ്മളെ സ്റ്റാൻഡിൽ വാട്ടർ ബോട്ടിലിൻ്റെ സ്റ്റാൻഡിൽ ഇതുണ്ട്, പിന്നെ ഇങ്ങനൊരു ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ദേവിൻ്റെ സ്റ്റഡി ടേബിൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാവരും കണ്ടല്ലോ. പിന്നെ ഇത് ദേവു വായിക്കാൻ യൂസ് ചെയ്യുന്ന ബുക്സും അത് കളറിങ് ബുക്സുമാണ്. ഞാൻ കുറച്ച് പ്ലാൻസ് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞു മക്കളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. നമ്മൾ കുഞ്ഞിതൊക്കെ ആകുമ്പോൾ ഡ്രസ്സൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ടോയ്സ് വെച്ചു. ഇപ്പോൾ ഇങ്ങനെ ബുക്സൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഹൈലൈറ്റേഴ്സും 2 സ്റ്റിക്കി നോട്ട്, ഒരു പെന്നിൻ്റെ സെറ്റുമാണുള്ളത്. പിന്നെ 2 ഫയൽസും പിന്നെ നമ്മുടെ ചാർട്ട് പേപ്പേഴ്സും ആണുള്ളത്. പിന്നെ ദേവ് പുതിയ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. 5 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ബൈ.